അവിടെ നിന്ന് വരുമ്പോ അവളെ കഴുത്തിലുള്ള കൈമിലുള്ള ഒക്കെ ഊരി മേശപ്പുറത്ത് വെച്ചിട്ടാ വന്ന്. ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ടാ ജോലിക്ക് പോകാത്ത. ഞാൻ നോക്കുന്നുണ്ട്, ജോലി കിട്ടണ്ടേ, പറ്റുന്ന ജോലി. ഓഫീസിൽ പ്രഗ്നൻസിനെ പറ്റി പലരും ചോദിക്കുന്നുണ്ട്, കമന്റും വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കല്യാണം കഴിഞ്ഞ സമയത്ത് ഇങ്ങനെയുള്ള ആൾക്കാർ കല്യാണം കഴിച്ചാൽ കുട്ടികളുണ്ടാവുമോ, ഇങ്ങനെയൊക്കെ ഇരുന്നാൽ മതി, ഒരു കുഞ്ഞിക്കാലൊക്കെ കാണേണ്ടത്. അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളതാ, ഹെൽത്ത് ഇഷ്യൂ ഉള്ളതിനെ കൊണ്ടാണ്. ആൾക്ക് നല്ല രീതിയിൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്. പിന്നെ സതി നിയമം, സതി പണ്ട് നിന്നു ഒരു സാധനം സതി, അറിയോ? ഞങ്ങൾ അന്ന് തൊട്ട് ഇന്ന് വരെ സംസാരിക്കും. ഭർത്താവ് മരിക്കുമ്പോ ഭാര്യ തീച്ചാട്. അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മരിച്ചിട്ട് നീ ചാടിയില്ലെങ്കിൽ നീ മരിക്കുമ്പോ ഞാൻ ചാടുന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇറങ്ങി വന്നില്ല ട്രെയിനിങ് ചാടുമെന്ന് എന്നോട് പറഞ്ഞതാ. കള്ളത്തരമൊക്കെ കാണിച്ചിട്ടുണ്ട്. കൈ ഇങ്ങനെ മുറിച്ചിട്ട് കുങ്കുമൊക്കെ തേച്ചിട്ട് പറയും ഞാൻ ഇറങ്ങി വരുമെന്ന് നോക്കിയതാ. നക്ഷത്ര കണ്ണുള്ള രാജകുമാരൻ. ഇങ്ങനെ എങ്ങനെ പറഞ്ഞാൽ ഞാനെങ്ങനെ മനസ്സിലാവും? നക്ഷത്ര കണ്ണുള്ള രാജകുമാരൻ. തട്ടത്ത് കണ്ണുള്ള രാജകുമാരനോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? എടീ എന്റെ അമ്മ ജയ കേൾക്കുന്നുണ്ടോ? സത്താമശ്രീ ഞങ്ങള് പ്രണയിച്ച സമയത്തേ എന്താ പറയാ, ഹൈറ്റോ അല്ലേ നിറോ മതോ ജാതി ഇതൊന്നും നോക്കി ഞങ്ങൾ പൊരുത്തം പോലും നോക്കിയിട്ടില്ല. ഇപ്പം ഞാൻ എൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞു, ഏട്ടൻ്റെ കല്യാണം നോക്കിക്കൊണ്ടിരിക്കുക, ജാതകം ഒക്കുന്നില്ല എന്ന് പറഞ്ഞ് എന്തൊക്കെ കളിയാന്നോ. ചിലപ്പോൾ പൊരുത്തം ഒക്കുന്നില്ല, ചിലപ്പോൾ നാളിന് ചെറിയ പ്രശ്നമുണ്ടാവും, ചിലപ്പം ജാതകത്തിന് കണ്ണാടി വെച്ചേക്കുന്നോണ്ട് കണ്ണ് കാണത്തില്ല, അങ്ങനെ ഒരു പ്രശ്നം. എല്ലാം കൂടി ഞങ്ങൾ ലേസർ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട ഇതിലെത്തി. പക്ഷെ ആളെന്ന് വെച്ചാല് ഫേസ്ബുക്ക് ഉപയോഗിക്കൂല, ഞങ്ങളെ വീഡിയോ കാണേണ്ടിട്ടാന്ന് ഞങ്ങളിപ്പോ പിടിച്ച് ഡൗൺലോഡ് ചെയ്യിച്ച. ഒരു ഇന്റർവ്യൂല് ഞങ്ങളെ കൂടെ ഇല്ല, ഞങ്ങളെ വീഡിയോയില് ഞങ്ങളോട് പറയുന്നത് ഞാനെങ്ങാൻ വീഡിയോ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ രണ്ടിനെ ഞാൻ കുന്നുകളിന്ന് പറയും, തമാശക്കാരാണ്. പിന്നെ എന്താ പറയാ, ഇൻസ്റ്റാഗ്രാം ഈ അടുത്ത് ഞങ്ങൾ ഡൗൺലോഡ് ചെയ്യിപ്പിച്ച ഞങ്ങളെ വീഡിയോ കണ്ടിട്ട് ഏതെങ്കിലും ഒരു പെണ്ണ് സെറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കോളാവ് വരെ ചെയ്തിടും. ഇപ്പം പാടാന്ന് പെൺകുട്ടികളെ കിട്ടാൻ. സത്യം പറയാ, കല്യാണം എന്ന് പറയുന്നത് വലിയ, ഇനിയിപ്പോ എന്താ പറയാ, ഇപ്പൊ കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടീന്റെ വീട്ടുകാർ ആലോചിക്കണം. എന്നുവെച്ചാൽ ആണുങ്ങൾക്ക് ഒരു പെണ്ണിനെ കെട്ടിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് അവരെ കൈമിലുള്ള കാലുമിലുള്ള ഒക്കെ എടുത്ത് വീട്ടിൽ വെക്കുക. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്ക് ആ ഒരു പൈസ കൊണ്ട് സോൾവ് ചെയ്യാം. പക്ഷെ പെണ്ണിൻ്റെ വീട്ടുകാർ എന്താ പറയുക, ഒന്നുമില്ല, അവർക്ക് കിട്ടുന്ന ഈ കവറ് മാത്രമേ ഉണ്ടാവും. 10 പവൻ അവൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ 10 പവനും കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി അവരെവിടെ നിന്ന് എടുത്ത് കൊടുക്കും? ഇല്ല, ഇന്നത്തെ കാലത്തൊന്നും ശ്രദ്ധിച്ച് നോക്കിയാൽ ആണിൻ്റെ വീട്ടുകാർക്ക് സിമ്പിളാണ്. ഒറ്റ പരിപാടി, പിറ്റേന്ന് രാവിലെ തന്നെ കുളിച്ച് പുറപ്പെട്ട് മുഹൂർത്തത്തിൻ്റെ ടൈമിൽ 500-600 ആൾക്കാരെയും കൊണ്ട് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോവുക. അവർക്ക് 2 ദിവസത്തെ മെനക്കേടാണ്. സദ്യ എന്ന് പറയുന്നത് നമുക്കറിയാം, നല്ല പൈസ ചിലവ് വരും അല്ലേ? സദ്യക്കൊക്കെ നല്ല പൈസ ചിലവ് വരും. ഞാൻ എല്ലാവരോടും പറയുന്ന, കല്യാണം ഉണ്ടെങ്കിൽ വീട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിച്ച് കൂടുമെന്ന് പറയും. ഭയങ്കര ചിലവ്. പിന്നെ നടത്തിയാൽ പോരെ. എൻ്റെ ഫ്രണ്ട് ഉണ്ട് ഒരുത്തൻ കല്യാണം കഴിക്കാൻ കാത്തിക്കുന്നു. പ്രണയിച്ച 2 വീട്ടുകാർക്ക് ഓക്കെയാണ്. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നാട്ടിൽ വന്നിട്ട് ഒരു ചെറിയൊരു പരിപാടികളായിട്ട് കല്യാണം കഴിച്ചിങ്ങ് പോരി, വെറുതെ ഞങ്ങളെ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്നു എപ്പോഴും പറയും. പിന്നെ അവളെ അമ്മ എനിക്ക് വീട്ടിൽ പോയ സമയത്ത് അവളെ ചിറ്റ അവൾക്ക് കുറച്ച് എന്താ പറയുക, 2 മോതിരവും ഒരു കൈച്ചെയിനും കൊടുത്തു, പിന്നെ ഒരു ചെയിനില്ലേ, അവളൊരു ചെയിൻ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് വരുമ്പോൾ അവളെ കഴുത്തിലുള്ള കൈമിലുള്ള ഒക്കെ ഊരി മേശപ്പുറത്ത് വെച്ചിട്ടാ വന്ന്, ഒരു സാധനം മേടിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ അന്നേരം തന്നെ പറഞ്ഞിട്ടുണ്ട്, തിരിച്ച് വീട്ടിലെത്തി ഞങ്ങളെ വീട്ടുകാരായിട്ട് നന്നായി. പിന്നെ അവളെ അമ്മ 5-6 ദിവസം കഴിഞ്ഞ സമയത്ത് ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഓൾറെഡി ഓക്കെ ആയിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യം അമ്മയ്ക്ക് എത്ര ആൾക്കാരോട് ഫേസ് ചെയ്യണോ, എന്താ പറയുക, ആൾക്കാർ പറയുന്നത് നിങ്ങളെ മോൾ ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടിയില്ലേന്ന് അവരിതല്ലേ കേൾക്കുക. അത് കഴിഞ്ഞ സമയത്ത് ഓക്കെ സമയത്ത് ഞങ്ങളെ വിളിച്ചു, മോനെ ഒരു ദിവസം നിങ്ങൾ 2 ആളും വീട്ടിലേക്ക് വരണം. അങ്ങനെ ഞങ്ങൾ വീട്ടിലൊക്കെ പോയി 4-5 ദിവസം അവിടെ നിന്നിട്ടൊക്കെ വന്ന്. പിന്നെ അവളെ അമ്മ എൻ്റെ വീട്ടിൽ വന്നു. അന്നാണ് അവളെ ചിറ്റിയൊക്കെ ഞങ്ങളെ കാണുന്നത്. പോയ സമയത്ത് അവൾക്ക് മോതിരവും പിന്നെ അവളെ അമ്മമ്മ കൈച്ചെയിനൊക്കെ കൊടുത്തു. പിന്നെ അവളെ അമ്മ എനിക്കൊരു ചെയിൻ തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മയ്ക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഇത് ഞാൻ തിരിച്ചു തരും, എനിക്കൊന്നും വേണ്ട.
ഗോൾഡായിട്ടോ പണമായിട്ടോ ഒന്നും വേണ്ട. എൻ്റെ അച്ഛൻ നയിക്കുന്നുണ്ട് അല്ലേ? അച്ഛന്റെ തലയിൽ അതെ അതെ. അല്ലാതെ ഞാൻ നയിക്കുന്നുണ്ടെന്നല്ലേ അല്ല, പറഞ്ഞേ? നയിക്കുന്നുണ്ട്, ഞങ്ങൾ നയിക്കുന്നുണ്ട്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞത് ഇതാ, അമ്മ ഞങ്ങളുടെ വീട്ടിലിപ്പോൾ പ്രശ്നമായിട്ടൊന്നുമില്ല, ബാധ്യതയായിട്ട് ആയുള്ള ഒരു ലോണ് മാത്രമാണ്. ഞങ്ങളെല്ലാം കൂടി മാസം മാസം ഇട്ടിട്ട് ഷെയർ ഇട്ടിട്ട് പോകുന്നുണ്ട്, അടച്ചു പോകുന്നുണ്ട്. ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് ആ ജോലിക്ക് പോകാത്ത ഞാൻ നോക്കുന്നുണ്ട്, കിട്ടിയാൽ. അവള് നോക്കുന്നുണ്ട്. ഒന്നാമത്തെ കുറെ ഇന്റർവ്യൂവില് ഞങ്ങളിങ്ങനെ വിളിച്ച് പോയ സമയത്ത് തന്നെ നാട്ടിൽ തന്നെ ഒരുത്തെ പോയിണ്ടായിരുന്നു. ജോലി കിട്ടണ്ടേ? പറ്റുന്ന ജോലി ഓഫീസിൽ വെയിറ്റ് എടുക്കാൻ പറ്റൂല. പിന്നെ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഞാൻ പറയാം. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് 1.5 വർഷമായല്ലോ. പ്രഗ്നൻസിനെ പറ്റി പലരും ചോദിക്കുന്നുണ്ട്. ഒരു കാര്യം എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാർ കല്യാണം കഴിച്ചിട്ട് ഒരുപാട് ആൾക്കാർക്ക് കുട്ടികളുണ്ടായിട്ടുണ്ട്, എല്ലാം ആയിട്ടുണ്ട്. വലിയ ആൾക്കാർ, വലിയ മക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കമൻറ്റും വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ കല്യാണം കഴിഞ്ഞ സമയത്ത്, ഇങ്ങനെയുള്ള ആൾക്കാർ കല്യാണം കഴിച്ചാൽ കുട്ടികളുണ്ടാവുമോ, അല്ല ഇങ്ങനെയുള്ള ആൾക്കാർ കല്യാണം കഴിച്ചാൽ കുട്ടികളുണ്ടാവും, അവരെ പോലെയുള്ള ആൾക്കാരല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് പ്രശ്നം എന്ന് വെച്ചാൽ, അവൾക്ക് 24 ആയിരുന്നുള്ളൂ വെയിറ്റ് അല്ലേ. ഇപ്പം കുറച്ച് കുറവുണ്ടല്ലോ. ഇപ്പം ഞാൻ ഈ അടുത്ത് ഞങ്ങൾ ഡോക്ടറെ കാണിക്കാൻ പോയ സമയത്ത് അവൾക്കെന്തോ പനിയായ സമയത്ത് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു 20. അപ്പോൾ ഒരു പ്രഗ്നൻസിയും കൂടി ആകുമ്പോൾ ആ ഒരു വെയിറ്റും കൂടി അവളെ ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്. ഒന്നാമത്തെ ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്. ഞങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ ഞങ്ങളോട് ഒറ്റക്കാര്യം പറഞ്ഞിട്ടുള്ളൂ, മരിക്കുന്നവരെ രണ്ടാളും കൂടെ ഉണ്ടാവണം, ആ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ. പിന്നെ സതി നിയമം, സതി പണ്ട് നിന്നു ഒരു സാധനം സതി, അറിയോ? ഞങ്ങൾ അന്നോട്ട് ഇന്ന് വരെ ഭർത്താവ് മരിക്കുമ്പോ ഭാര്യ തീച്ചാട്. അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മരിച്ചിട്ട് നീ ചാടിയില്ലെങ്കിൽ നീ മരിക്കുമ്പോ ഞാൻ ചാടുന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാല് ഇന്ന് എന്താ പറയാ, ഇത്രയും കാലം പ്രണയിച്ചവളെയാ, അവളെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് തന്നെയാ ഇത്രയും കാലം പ്രണയിച്ച് നടന്ന്. ഇപ്പോഴും ഞങ്ങൾ പ്രണയിക്കുന്നുണ്ട്. എവിടെ പോകുന്നേരോ ഒരുമിച്ചാണ്. ഞാൻ എവിടെ പോയി കഴിഞ്ഞാലും നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കും. അവൾ എൻ്റെ കൂടെ ഇല്ലെങ്കിൽ, ഞാനിപ്പോൾ ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, ഇന്നസെൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ അതിനൊക്കെ പോകുന്ന സമയത്ത് പറ്റാവുന്ന സമയത്തൊക്കെ അവളെയും കൊണ്ടുപോയിട്ടുണ്ട്. ദൂരോട്ടൊന്നും അധികം യാത്ര ചെയ്യാൻ പറ്റൂല അവൾക്ക്, ഹെൽത്ത് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. അതൊക്കെ കൊണ്ടാണ് ഈ പ്രഗ്നൻസീൻ്റെ എല്ലാവരും ചോദിക്കുന്നത്, നല്ല മക്കളെ കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ, 1 വർഷമായില്ലേ, എന്താ ഇങ്ങനെ നടക്കുന്നതെന്ന്. അപ്പോൾ എപ്പോഴും രാത്രി ഞങ്ങളൊരു 12:30 വരെ ഞങ്ങൾ ലൈവ് പോകും സോഷ്യൽ മീഡിയയിൽ, യൂട്യൂബിലൊക്കെ. അല്ല മക്കളെ നിങ്ങൾ ഇനി എപ്പോൾ കിടന്നുറങ്ങുക, ഇങ്ങനെയൊക്കെ ഇരുന്നാൽ മതി, ഒരു കുഞ്ഞിക്കാലൊക്കെ കാണേണ്ടത്. അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളതാ, ഹെൽത്ത് ഇഷ്യൂ ഉള്ളതിനെ കൊണ്ടാണ്. ആൾക്ക് നല്ല രീതിയിൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്. ചേച്ചി കൂടെ ചാടോ? ചേട്ടൻ മരിച്ച ചേച്ചി കൂടെ ചാടും? ആലോചിക്കണം. ചാടിയെന്ന് ചാടിയെന്ന് സതി നിയമത്തിനോട് യോജിക്കുന്നില്ല. അതെന്തുകൊണ്ടാ വേണ്ടാന്ന് തോന്നി? പിന്നീടുള്ളത് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർക്കും വേണ്ടി ഞാൻ ജീവിക്കണ്ടേ. എടി ഞാനങ്ങ് പോയിട്ട് പിന്നെ എന്തിനാ ഇങ്ങോട്ട് നിൽക്കുന്നത്? പിന്നെ അവരെ ആര് നോക്കും? അവരെ ഏട്ടനില്ലേ, ഏട്ടനോടുമില്ലേ എന്നൊക്കെ കല്യാണം കഴിച്ച് ഏട്ടൻ്റെ പാട് നോക്കും. അങ്ങനെ ഒരുപാട് ചിന്തിച്ചു പോണ്ട. മരിക്കാൻ പേടിയുണ്ടോ? ഏയ് ഒരു പേടിയില്ല. ചേച്ചിക്കോ? പേടിയില്ല. ഇല്ല. അവക്കറിയാ മരിക്കാൻ എനിക്ക് പേടിയില്ലെന്ന്. അതെന്താ? ആത്മഹത്യ ശ്രമിച്ചിട്ടുണ്ടാവും അല്ലേ? ഞാൻ ഇറങ്ങി വന്നില്ല, ട്രെയിനിങ് ചാടുമെന്ന് എന്നോട് പറഞ്ഞതാ, എന്നെ പേടിപ്പിച്ചതാ. പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ അവൾ എൻ്റെ അടുത്ത് നിന്ന് സ്കിപ്പായി പോവാണ്. എന്താ പറയുക, അമലൂസ് എപ്പം പറ്റൂല, നീ വിചാരിച്ചൊരു ഈ അവസ്ഥയല്ല എൻ്റെത്. എന്നുവെച്ചാൽ ഞാൻ ചോദിച്ച സമയത്ത് തന്നെ നീ വിചാരിക്കുന്ന പോലെയല്ല, അമലൂസ് വിചാരിക്കുന്ന പോലെയൊന്നും അല്ല എൻ്റെ അവസ്ഥ. വീട്ടിൽ അങ്ങനെയുള്ളൊരു രീതിയിലല്ല, സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ വീടില്ല, എല്ലാം വെച്ചിട്ട് മതി, എനിക്ക് എൻ്റെ അമ്മേനെ അച്ഛനും ഒക്കെ ഒരു നിലയിൽ എത്തിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അതൊന്നും എനിക്ക് കുഴപ്പമില്ല, നീ ഇപ്പം ഇറങ്ങി വന്നില്ലെങ്കിൽ ഞാനിപ്പോൾ പല പ്രാവശ്യവും വിളിച്ചിറക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ വരെ പോയിട്ടുണ്ട്. അവള് വന്നില്ല. കള്ളത്തരമൊക്കെ കാണിച്ചിട്ടുണ്ട്, കൈ ഇങ്ങനെ മുറിച്ചിട്ട് കുങ്കുമൊക്കെ തേച്ചിട്ട് പറയും ഞാൻ ഇറങ്ങി വരുമെന്ന് നോക്കിയതാ, എന്നിട്ട് വന്നില്ല. ഒന്നുമില്ല. ചേച്ചി എങ്ങനെ കണ്ടുപിടിച്ചത് കുങ്കുമാന്ന്?
ഫോട്ടോ അല്ലേ അയച്ചു തരാ? നമുക്കത് കണ്ടാ മനസ്സിലാവും. ഫ്ലോപ്പായി പോയി. മൂടി കണ്ടിട്ടുണ്ടായിരുന്നു കുങ്കുമത്തിന്റെ. നിങ്ങൾ തമ്മിൽ അടിയൊക്കെ ഉണ്ടാവാറുണ്ടോ? ഇല്ല, അടിയുണ്ടാവും. അടിയുണ്ടെന്ന് വെച്ചാൽ റീലെടുക്കുമ്പോ ഒന്നെങ്കിലും ഞാൻ തെറ്റിക്കും അല്ലെ അവള് തെറ്റിക്കും. ഇതിലേതെങ്കിലും എന്നെ കളിച്ചിട്ട് പൊക്കം ഉണ്ടാവും. അപ്പൊ എന്റെ താപ്പോട്ടായിരിക്കും. അപ്പൊ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അഡ്ജസ്റ്റ് ചെയ്യാൻ അപ്പൊ ഞാൻ പറ്റില്ല. പറയും ഒന്നീ നിൽക്കണം അല്ലെങ്കിൽ ഇത് പൊക്കി വെക്കണം. ഇതൊന്നും ചെയ്യല. അപ്പൊ ഞങ്ങൾ തമ്മിൽ അടി ഉണ്ടാവും. പക്ഷെ ആ ഒരു ടൈമിലല്ലോ കേട്ടോ. ഞാൻ ഇറങ്ങി പോവാന്നേരെ ഉടുപ്പിന്റെ പിടിക്കുന്ന പോകണ്ട ചെയ്തിട്ട് പോവാന്ന് പറയും. അല്ല, ചട്ടിയും കഥാവുമ്പോ എന്തായാലും തട്ടിയും മുട്ടിയും ഇരിക്കും. പക്ഷെ അതെങ്ങനെയാണ് പിന്നെ മുട്ടുന്നത് എന്നാണ് അറിയേണ്ടത്. ഞാൻ തന്നെ പോയിട്ട് ചോറ് കഴിക്കാൻ സമയമാകുമ്പം അമ്മ അറിയാം അവനെ വിളിച്ചോണ്ട് വരാൻ പറയും. അമ്മയ്ക്കാതെ ഞങ്ങൾ അടി ഉണ്ടാക്കിട്ടിരിക്കാന്ന്. അപ്പൊ പറ ചോറ് അന്ന് വിളമ്പി വെക്കും. ബാ ചോറ് കഴിക്കാൻ കഴിഞ്ഞാടെ. ഒന്ന് ചോറ് കഴിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ അല്ല, ചേച്ചീനെ എങ്ങനെയാ? അവളെ അങ്ങോട്ട് പോയിട്ട് എന്താ പറയാ ഒരഗ് കൊടുത്തു കഴിഞ്ഞാല് സിത്തു വാ മോളെ വാ കളിക്കല്ലെങ്കിൽ തമാശ കളിക്കല്ലെന്ന് പറഞ്ഞാൽ അവളും പോരും. പ്രശ്നം അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇത് ആ ഒരു വീഡിയോ എടുക്കുമ്പോൾ മാത്രം. അല്ലാണ്ട് ജീവിതത്തിൽ അങ്ങനെ അടിയൊന്നും ഉണ്ടായില്ലല്ലോ. ഇല്ല, ഒരു രാത്രിക്ക് അപ്പുറം പോവാറില്ല. ഇല്ല ഒരു രാത്രിക്കപ്പം പോവാറേ ഇല്ല. അപ്പൊ നമ്മൾ അടുത്തതായിട്ട് ഒരു അടിപൊളി സെഗ്മെന്റിലേക്ക് പോവാണ്. ഇതെല്ലാവരും ചെയ്തിട്ടുള്ള ഒരു സെഗ്മെന്റ് ആയിരിക്കും. ടംഷറാജ് ആണ്. അപ്പം ചേച്ചിക്ക് രണ്ടുപേർക്കും ഉണ്ടാവും. ചേച്ചിക്കും ചേട്ടനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഒരു മ്യൂസിക് വെച്ച് തരും. മറ്റേ ആൾക്ക് നമ്മളൊരു വേർഡ് പറഞ്ഞു കൊടുക്കും. ആ വേർഡ് കേൾക്കുന്ന ആള് എനാക്ട് ചെയ്ത് കാണിക്കണം, മറ്റേ ആളെ കൊണ്ട് പറയിപ്പിക്കണം. ഓക്കെ, അതാണ് ഗെയിം. സെറ്റ് അല്ലേ? ഓക്കെ. നക്ഷത്ര കണ്ണുള്ള രാജകുമാരൻ. നക്ഷത്ര കണ്ണുള്ള രാജകുമാരൻ. രാജകുമാരേ, നിഷ്കളങ്കനായ രാജകുമാരൻ. അല്ല, നക്ഷത്ര കണ്ണുള്ള രാജകുമാരൻ. നക്ഷത്ര ചേട്ടനെന്താ കേൾക്കണേച്ചാ പറഞ്ഞോ. ഒന്നുകൂടി. നക്ഷത്ര കണ്ണുള്ള രാജകുമാരൻ. ഒന്നുകൂടി. പോടാന്നു. അത് മാത്രം കൃത്യമായിട്ട് കേട്ടു. നക്ഷത്ര കണ്ണുള്ള രാജകുമാരൻ. നീ ഇങ്ങനെ എങ്ങനെ പറഞ്ഞ ഞാനെങ്ങനെ മനസ്സിലാവും? പറയാൻ പറ്റൂ. നക്ഷത്ര കണ്ണുള്ള രാജകുമാരനാണ്. എന്ത് രാജകുമാരൻ? സിനിമ പേരാ? നക്ഷത്ര കണ്ണുള്ള രാജകുമാരൻ. ഒച്ചത് പറ. നക്ഷത്ര കണ്ണുള്ള രാജകുമാരൻ. പോവാനോ? അറിയിപ്പിക്ക എങ്ങനെയെങ്കിലും എഴുതി കാണിക്കാൻ. നക്ഷത്ര കണ്ണുള്ള രാജകുമാരൻ. തട്ടത്ത് കണ്ണുള്ള രാജകുമാരനോ? എടി എന്തേ പറയുന്ന? ഒച്ചത് പറ. നീ മറ്റേ ഫോൺ ചെയ്യുന്നവരെ ആദ്യം കാണിക്കില്ല, അവരെ കാണിക്ക്. നക്ഷത്ര കണ്ണുള്ള ഒന്നുകൂടി കാണിക്ക്. നക്ഷത്ര കണ്ണുള്ള രാജകുമാരൻ. നക്ഷത്ര കണ്ണുള്ള രാജകുമാരൻ. പിന്നെ ബാക്കിയും കൂടി ഇനി കുറച്ചുകൂടി ഉണ്ട്. നക്ഷത്ര കണ്ണുള്ള രാജകുമാരൻ. അവനുണ്ടൊരു രാജകുമാരി. അവനൊരു രാജകുമാരി. അവനുണ്ടൊരു രാജകുമാരി. അവനുണ്ടൊരു രാജകുമാരി. ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രക്കിളകം. ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രക്കിളകം. ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കം. എന്ന് പറയല്ല, ഒച്ചത് പറ. എന്നാ പിന്നെ എന്തിനാക്കുന്നേ? കുറച്ചൊച്ചത് പറടി. ശ്രീകൃഷ്ണപുരത്തെ എന്തെന്ന്? ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കം. ട്രൈ പറ, പറഞ്ഞോണ്ടിക്ക്. ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കം. എന്തെന്ന്? ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കം. ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണ കൃഷ്ണൻ. ശ്രീകൃഷ്ണ
ശ്രീകൃഷ്ണ. വടി ഇവിടെ ഇല്ല. ശ്രീകൃഷ്ണ. ശ്രീകൃഷ്ണ. ആ ശ്രീകൃഷ്ണ. കൊട്ടാരം. വീട്. വേറെ പറ. അമ്പലം. പള്ളി. വേറെ. ശ്രീകൃഷ്ണ. ശ്രീകൃഷ്ണ ഇങ്ങനെ കാണിച്ച ഞാനെന്ത് പറയാനാ? ട്രൈ ചെയ്. പറയ്. ശ്രീകൃഷ്ണ. ശ്രീകൃഷ്ണ. വീടിന് വേറെന്തെങ്കിലും പറയൂ. വിലാസോ. ശ്രീകൃഷ്ണപുരത്തെ. ശ്രീകൃഷ്ണപുരത്തെ. അങ്ങനെ ഒരു സിനിമ ഉണ്ടോ? എന്ത്? എന്താ കേട്ടേ? കേട്ടത് പറ. എന്താ കേട്ടെ കേട്ടത് പറ. കറക്റ്റ് ആയിരിക്കും ചിലപ്പോ. പറഞ്ഞോ, പറ. ഒന്നുകൂടി പറ. വേറെന്തെങ്കിലും ഉദ്ദേശിച്ചേ. അതാ പറയാ പറഞ്ഞേ. ശ്രീകൃഷ്ണപുരത്തെ. ഈ പതുക്കെ പറഞ്ഞാലേ. ശ്രീകൃഷ്ണ പുരത്തെ. പൊരക്കലോ. നേരത്തെ കേട്ടതാ ശരി. അത് പറഞ്ഞോ. ശ്രീകൃഷ്ണപുരത്തെ. ഒന്നുകൂടി. ലിപ്പ്. ശ്രീകൃഷ്ണപുരത്തെ. പുരത്തൽ. അടുത്തതാ. അത് കഴിഞ്ഞ്. അല്ലല്ല, അതൊന്നുകൂടി പറഞ്ഞു. അതൊന്നുകൂടി. ശ്രീകൃഷ്ണ പുരത്തെ. ആ അതിപ്പോ എങ്ങനെ കാണിക്കാം? പറഞ്ഞാ മതി. നക്ഷത്ര. ഉണ്ണിയേട്ടന്റെ മോള്. അല്ല. എന്താ പറഞ്ഞേ? നക്ഷത്ര തിളക്കം. ലൈറ്റോ. എടി എന്തെങ്കിലും ചിത്രം വരച്ചു കാണിക്ക്. നക്ഷത്ര തിളക്കം. എന്താ കേക്കണേച്ചാ അത് പറഞ്ഞോ. നക്ഷത്ര തിളക്കം. ഇതെന്താ? ലൈറ്റ്. അത് ലൈറ്റ് അറിയും ഇങ്ങനെ. അത് നക്ഷത്ര തിളക്കം. ശരിയാണല്ലോ. നക്ഷത്ര തിളക്കം. നടക്കൊന്നുമില്ല. അതെന്തിനാ? ഉടുപ്പ്. തിളക്കം. തിളക്കോ. എന്ത് തിളക്കം? ഉടുപ്പുമേലുള്ള നക്ഷത്ര തിളക്കോ. അപ്പൊ ഫുള്ള് പറ. ശ്രീകൃഷ്ണ നക്ഷത്ര തിളക്കോ. ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കോ. പാട്ട് സഹായിച്ചു. പാട്ട് വല്ല സൗണ്ട് കുറഞ്ഞ് വേറെ പാട്ടിലേക്ക് കയറി. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? എടി എന്റെ അമ്മ ജയ കേൾക്കുന്നുണ്ടോ? അമ്മയ്ക്ക് പറയരുത്. കേൾക്കുന്നുണ്ടല്ലേ? സപ്തമശ്രീ. തത്തപ്പച്ചയോ? സപ്തമശ്രീ. ചത്തപ്പച്ച. ചേട്ടാ നേരത്തെ സംസാരിച്ച വോയിസ് ഇല്ലേ, അതിലങ്ങ് പറഞ്ഞു. ആദ്യം തുടക്കത്തിൽ ഉച്ചത്തിലോ? അല്ല, കുറച്ച് മുന്നേ കുറച്ചടച്ചിട്ട്. ചേച്ചി എന്താ കേൾക്കണ വെച്ചാ പറഞ്ഞോളൂ.
പത്തപ്പച്ച. ഒലക്കേൻ്റെ മൂട്. സപ്തമശ്രീ. പറ. ചത്ത. ചത്തബത്ത. സപ്തമശ്രീ. തത്തമസിയോ? സപ്തമശ്രീ. സപ്തമശ്രീ. തത്തമസി. എനിക്ക് വരെ കേൾക്കാ പാട്ട്. സപ്തമശ്രീ. സപ്തമശ്രീ. മനസ്സിലായില്ല. സപ്തമശ്രീ. തത്തമസി. സപ്തമശ്രീ. നമുക്ക് വീട്. സപ്തമശ്രീ തസ്കരൻ. സപ്തമശ്രീ തസ്കരൻ. തത്തമസി തസ്കരനോ? തസ്കര വീരനോ? അടുത്ത പിടിക്ക്. എനിക്ക് പിടിക്കാൻ കിട്ടുന്നില്ല. സപ്തമശ്രീ തസ്കരഹ. വേറെ ഞാൻ പറഞ്ഞുതരാം. നെക്സ്റ്റ് ഇല്ല നെക്സ്റ്റ് വേർഡ് വേറെ ഏതെങ്കിലും കൂളായിട്ടുള്ള സിനിമ പോലും. കിഷ്കിന്താകുന്നുണ്ടോ? സിനിമ പേരാന്ന് തോന്നുന്നു അല്ലേ? അതെ. ഇല്ല, സപ്തമശ്രീ തസ്കരഹ വേണം. അത് വേണം. കിഷ്കിന്താകാന്തം ഇല്ലേ? കിഷ്കിന്താകാന്തം. കിഷ്കിന്താകാന്തം. ആ അത് പറഞ്ഞിക്കല്ലോ അല്ലേ? കേക്കുന്നുണ്ട്. മറ്റേതൊന്നുകൂടി ട്രൈ ചെയ്യണം. വേണ്ട. നെക്സ്റ്റ് തത്തമസി തസ്കരനായിരിക്കും പറഞ്ഞു. എന്ത്? ഒന്നുകൂടി പറ. അതന്നെ ഇത് എന്തോ തസ്കരനല്ലേ പറഞ്ഞ ലാസ്റ്റ്? സപ്തമശ്രീ തസ്കരഹ. പറ. തത്തമസി തസ്കരൻ. സപ്തമശ്രീ തസ്കരഹ. സ്വർഗക്കുന്നിലെ കുര്യാക്കോസ്. സ്വർഗക്കുന്നിലെ കുര്യാക്കോസ്. തോട്ട. ആ തോട്ട പൊട്ടി. സ്വർഗക്കുന്നിലെ കുര്യാക്കോസ്. കുര്യാക്കോസ്. ഓ ആ സ്വർഗക്കുന്നിലെ. തോറ്റാക്കുന്നിലെ. സ്വർഗക്കുന്നിലെ. ഒറ്റക്കുന്നിലെ. സ്വർഗക്കുന്നിലെ. 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 ചൊടലക്കുന്നിലോ? സ്വർഗക്കുന്നിലെ. ഏ സ്വർഗക്കുന്നിലെ. പാട്ട് തരുന്നില്ലല്ലോ. എന്തെന്ന്? സ്വർഗക്കുന്നിലെ. ആംഗ്യം കാണിക്ക്. അന്നെ ഞാൻ ചത്താലേ സ്വർഗത്തിൽ പോവും. സ്വർഗക്കുന്നിലെ. സ്വർഗക്കുന്നിലെ കുര്യാക്കോസ്. ഒന്നുകൂടി. സ്വർഗക്കുന്നിലെ. കുന്നിലെ. ആ ആ സ്വർഗക്കുന്നിലെ. സ്വർഗക്കുന്നിലെ. സ്വർഗം. സ്വർഗം. സ്വർഗോ. ആ ആ സ്വർഗക്കുന്നിലെ കുര്യാക്കോസ്. സ്വർഗക്കുന്നിലെ കുര്യാക്കോസ്. അയിലെ കണ്ടുപോയി. സ്വർഗക്കുന്നിലെ കുര്യാക്കോസ്. സ്വർഗക്കുന്നിലെ കുര്യാക്കോസ്. കുര്യാക്കോസ്. കുണ്ടറ. കുണ്ടറ.
പറഞ്ഞോ. കുണ്ടറ. സിനിമ പേരാ? എനിക്കറിയൂല. അതെ. അണ്ടി ആപ്പീസ്. പറ. കുണ്ടറ അണ്ടി ആപ്പീസ്. കുണ്ടറ. എടാ പാട്ടാണല്ലേ. കുണ്ടറ അണ്ടി ആപ്പീസ്. കുണ്ടറ. ബാക്കി പറ. അണ്ടി ആപ്പീസ്. അണ്ടി ആപ്പീസ്. അണ്ടി ആപ്പീസ്. കുണ്ടറ അണ്ടി ആപ്പീസ്. പാട്ടിന്റെ സൗണ്ട് കൂട്ടി. കുണ്ടറ. കുണ്ടറ അണ്ടി ആപ്പീസ്. അണ്ടി ആപ്പീസ്. ഒരുപാട് സ്ട്രഗിൾസിലൂടെ കടന്നു വരുന്നതാണ് നിങ്ങളെല്ലാവരും. ഇപ്പൊ ഒരു നോർമൽ ഹ്യൂമൻ ബീങ്ങിനെ പോലെ അല്ല. അപ്പം അപ്പോഴെപ്പോഴെങ്കിലും ജീവിക്കണ്ട, മരിച്ചാ മതിയായിരുന്നു ഒരുപാട് തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ചാല് നമ്മളിങ്ങനെ കളിയാക്കുന്ന സമയത്ത് വീട്ടിൽ വന്ന് പറയുന്നവർ അവര് പറയും നീ അത് ശ്രദ്ധിക്കണ്ട, അങ്ങനെയാക്കണ്ടെന്ന് പറയും. എന്നിട്ട് റൂമിൽ പോയിരിക്കും. ആ സമയത്തൊക്കെ ഒന്നെങ്കിൽ എന്ന് പറയാ എന്തെങ്കിലുമൊക്കെ കയ്യിലുണ്ടാവും. ഞാൻ വീട്ടുകാരോട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ മരിച്ചു കളിയാ, എന്തിനാ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുന്നേരം വീട്ടുകാരോട് തന്നെ പറയും. അന്നൊക്കെ പഠിത്തം കഴിഞ്ഞ സമയത്ത് ജോലിക്കൊന്നും പോകാൻ എന്താ പറയുക നമ്മൾ നോക്കൂ, ട്രൈ ചെയ്തിട്ട് കിട്ടില്ലെങ്കിലും വീട്ടുകാരെങ്ങനെ പറയില്ല എന്തെങ്കിലുമൊക്കെ നോക്കുന്നു. അപ്പോൾ പറയും എന്നാൽ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ മരിച്ചു കളയാം, എന്നാൽ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എന്നുവെച്ചാൽ എത്രയെന്ന് വെച്ചിട്ട് ഒരു ഇതിങ്ങനെ നിൽക്കുക വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്നുവെച്ചാൽ നമ്മൾ വിചാരിച്ച സാധനമായിട്ട് കിട്ടൂല. പിന്നെയാണ് അവർ മനസ്സിലാക്കിയത് ഇവർക്ക് കിട്ടേണ്ട ജോലി എന്ന് പറയുന്നത് വെച്ചാൽ ഒന്നെങ്കിൽ ചെറിയ എന്തെങ്കിലും ജോലി ആയിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ സർക്കാർ ജോലി. PSCയിലൊക്കെ ഞങ്ങൾക്ക് മുൻഗണനയുണ്ട്, ഈ ഡിസേബിൾഡ് കാറ്റഗറിക്ക് മുൻഗണനയുണ്ട്. അപ്പോൾ അതുവഴിയാണ് പിന്നെ വെച്ചാൽ ഒരുപാട് എന്താ പറയുക ഹൈറ്റിൻ്റെ ഇതിലും പിന്നെ കളിയാക്കൊക്കെ ഇതാക്കിയവരുണ്ട്. കമ്പനി എന്നല്ല അല്ലാണ്ടുള്ള ആൾക്കാരൊക്കെ. പിന്നെ എന്നെ ചേർത്ത് പിടിച്ച എൻ്റെ കമ്പനിക്കാരാ. എന്തിനും എൻ്റെ കൂടെ, ഞാൻ അവരെ കൂടെയാണ് പോവുക. ആദ്യ പ്രാവശ്യമാണ് അച്ഛൻ്റെ കൂടെ മലയ്ക്ക് പോയത്, പിന്നെ കമ്പനിക്കാരുടെ കൂടെയാണ് പോയത്. എന്നുവെച്ചാൽ അവരൊക്കെ കമ്പനി വയസ്സിൽ പോകുമ്പോൾ ഞാനൊന്നെങ്കിൽ അച്ഛൻ്റെ കൈയും പിടിച്ച് പോകും, അല്ലെങ്കിൽ വേറെ ആരെയും കൂടെ പോകും. എല്ലാ കല്യാണത്തിനും വീട്ടിനടുത്തുള്ള അല്ലെ മറ്റുള്ള കല്യാണത്തിന് അച്ഛൻ്റെ കൂടെ ഞങ്ങൾ പോവുക. ബാക്കി എല്ലാവരും കമ്പനിക്കാരും ഒരുമിച്ച് വണ്ടിയുമ്പോൾ കയറി പോവും. എൻ്റെ കമ്പനിക്കാരൻ്റെ ഭാര്യയും അവനും കൂടിയും പോകുമ്പോൾ എനിക്ക് സിത്തുവിന് ഇതുവരെ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. ബൈക്ക് ഓടിക്കാൻ പറ്റൂല, എനിക്ക് കാർ ഓടിക്കാൻ പറ്റൂല. പക്ഷെ കാർ ഓടിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള സൂരജിനെ അറിയാലോ, ആൻഡ്രോയിഡ് കുഞ്ഞു, അവൻ കാറൊക്കെ ഓടിച്ച് ഇതായിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബൈക്ക് ഓട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, എന്നെക്കാട്ടും ഹൈറ്റ് കുറവുള്ള ആൾക്കാരുണ്ട്. പക്ഷെ എനിക്കതൊരു പേടിയാണ്, ഞാൻ വീണ് കൊടുക്കുമോ എന്നുള്ളൊരു ഇതാണ്. ഞാൻ പറഞ്ഞില്ല കാർ എടുത്ത് നിന്ന് ഇനിയിപ്പോൾ ആൾട്രേഷനൊക്കെ ചെയ്തിട്ട് ഓടിക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കണം. ഒരു കയറ് എന്ന് പറയുന്ന അതിൻ്റെ അറ്റം വരെ എത്തിപ്പിടിക്കാൻ പറ്റുമോ നോക്കും ഞാൻ. അങ്ങനെയല്ലാണ് ജീവിതം ഇപ്പം മുന്നോട്ടൊരു ലക്ഷ്യമുണ്ട്. ഞങ്ങളെ ഈ ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ഒരു ചെറിയൊരു സ്വപ്ന കുടില് വീട് വെക്കണം എന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഞങ്ങളെപ്പോലെയുള്ള ഞങ്ങളെ കാറ്റഗറിയിൽ പെടുന്ന മറ്റുള്ള ആൾക്കാരെ പുറം ലോകത്ത് എത്തിക്കണം. അവർ അടച്ചിട്ട റൂമിൽ കുത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നെ ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. മോനെ നിന്നെപ്പോലെ തന്നെയാണ് എൻ്റെ മോള്, എവിടെയും പോകൂല. ആദ്യമൊക്കെ കടയിൽ പോവുകയായിരുന്നു, ഇപ്പോൾ ഒരു കടയിൽ പോലും പോകൂല, എവിടെയും പോകൂല, കല്യാണത്തിന് പോലും പോകൂല, വീട്ടിൽ അടങ്ങിയിരിക്കുക, വീട്ടിൽ ആ റൂമിൽ കുത്തിരിക്കുക, പുറലോകമായിട്ട് ഒരു ബന്ധവുമില്ല. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും എനിക്ക് ഞങ്ങളെ ഈ കല്യാണം കഴിഞ്ഞപ്പോൾ അറിയാൻ പറ്റിയിട്ടുണ്ട്. ഞങ്ങളെ കല്യാണം കഴിഞ്ഞ സമയത്ത് എൻ്റെ അച്ഛനൊരു കോള് വന്നു, ഒരു കണ്ണൂരിൽ നിന്ന്. അച്ഛനോട് പറഞ്ഞു മോനോട് ചോദിക്കും മോൻ്റെ ഗ്രൂപ്പിൽ വേറെ ആരെങ്കിലും ഉണ്ടോ, ഒരു കൊച്ചുണ്ട് കണ്ണൂർ പഞ്ചായത്ത് ഓഫീസിൽ വർക്ക് ചെയ്യാന്നാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു ഒരു തിന്നെടുത്ത ഒരാളുണ്ട് എന്ന് പറഞ്ഞു. അവരെ കല്യാണം കഴിഞ്ഞു, 1 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഞങ്ങൾ പോയിണ്ടായിരുന്നു കല്യാണത്തിന്. അത് കഴിഞ്ഞ് വേറെ ഒരാളെ കല്യാണം, ഞങ്ങളെ ഗ്രൂപ്പിലുള്ള സബിതയും ചേട്ടൻ്റെ പേര് അരുൺ എന്ന് പറഞ്ഞിട്ടുള്ള
ആ ചേട്ടൻ എന്ന് പറയുന്നത് വെച്ചാൽ 2 കൈക്കും മറ്റേ സപ്പോർട്ട് സാധനമില്ലേ, അത് വെച്ചിട്ടേ നടക്കാൻ പറ്റൂ. തീരെ ആള് എന്ന് പറയുന്നത് എൻ്റെ ഇത്ര എങ്ങാനുള്ളൂ, ഇത്ര എങ്ങാനുണ്ടോ ആള്, ഇത്രേ ഉള്ളൂ. പുള്ളിക്കാരത്തി കുറച്ചായിട്ടുണ്ട്. പാലക്കാട് ചെറിയൊരു ഇതുണ്ട് അരുണേട്ടന്. അപ്പോ ആളെ ഞാൻ കാണുന്ന എങ്ങനെയാ വെച്ചാൽ ഗ്രൂപ്പ് പോയി പരിചയപ്പെട്ടിക്കുള്ളൂ, നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല. ഞാൻ അറിയാൻ കൂടിയില്ല നിങ്ങളൊരാളാണെന്നൊന്നും. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു, എടാ നിനക്കൊരു വർക്കുണ്ട്, ക്യാമറേൻ്റെ വർക്കുണ്ട്, ക്യാഷ് വർക്കാണ്, മൂപ്പർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. കുറച്ച് ഫോട്ടോസ് ഇട്ട് കൊടുക്കണോ, അവർ ഒളിച്ചോടി കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പം എന്നോട് ചെവിടുന്ന പെണ്ണിൻ്റെ വീട് പാലക്കാടാണെന്ന് പറഞ്ഞു, ചെറുക്കൻ്റെ വീട് തിരുവനന്തപുരമാണെന്ന് പറഞ്ഞു. തിരുവനന്തപുരത്ത് നിന്ന് ആ ചേട്ടൻ ആ ചേച്ചീനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ പാലക്കാട് പോയി ആ ചേച്ചീനെയും കൂട്ടി വന്ന് കോഴിക്കോട് എല്ലാ കാര്യവും ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തു. കല്യാണം കഴിക്കേണ്ട എല്ലാ കാര്യവും അവിടെ ഒപ്പിടിക്കാനും സാക്ഷികളൊക്കെ ഞാൻ തന്നെ നിന്നു. എന്നിട്ട് അവരെ കല്യാണം കഴിഞ്ഞു. ഇപ്പോൾ എന്താ പറയുക, സൂപ്പർ ജീവിതം, അടിപൊളിയായിട്ട് ജീവിക്കുന്നു. കറങ്ങേണ്ടടുത്ത് കറങ്ങുന്നുണ്ട്. അവർ രണ്ടാളും എന്താ പറയുക വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടുന്നു. അപ്പോൾ ഇവൻ എൻ്റെ കൂടെ വന്നപ്പോൾ അവൻ പേയ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അവരെ ആദ്യം ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു, ചേട്ടാ ഇങ്ങനെയാണ് വീഡിയോഗ്രാഫറിന് ഇത്ര ഫണ്ട് വരുന്നു. എന്നാൽ ചേട്ടനെയും കണ്ട ആ കുട്ടിയെയും കണ്ടപ്പോൾ നമ്മളോടാ എനിക്കൊന്നും വേണ്ട, നമുക്ക് ഫോട്ടോ അയച്ചു കൊടുക്കാം, നമുക്ക് കല്യാണം കഴിഞ്ഞ് നമുക്ക് തിരിച്ചു പോകാം, അവരെ കാര്യങ്ങളൊക്കെ ചെയ്ത് അവർ തിരിച്ചു പോയിട്ട് നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ആ കുട്ടി എന്ന് പറയുന്നത് സബിത എന്ന് പറയുന്നത് അവരെ വീട്ടുകാർ വലിയൊരാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ നിൽക്കുക. ഇവർ തമ്മിൽ കുറേ സ്നേഹത്തിലായിട്ട്. എന്നുവെച്ചാൽ അത് എനിക്ക് കിട്ടിയ എൻ്റെ ജീവിതത്തിൽ 2 ഭാഗ്യങ്ങളാണ്. 2 ആളെ കല്യാണത്തിന് കാരണക്കാരൻ ഞാനായി. എന്നും ഉണ്ട് ഈ അടുത്തൊരു കുട്ടിയുടെ. അതേപോലെ നിങ്ങളുടെ കല്യാണത്തിന് കാരണക്കാരായ ആൾക്കാരുണ്ടോ? ഞങ്ങളുടെ കല്യാണത്തിന് കാരണക്കാരായ ഒന്ന് നീലിമ ചേച്ചിയും ഒന്ന് നിഖിലാണ് ഫസ്റ്റ് എന്റെ കൂടെ വരുന്നത്. ഗ്രൂപ്പിൽ എന്നെ കൊണ്ടുവരുന്നത് വാട്സാപ്പില് നീലിമ ചേച്ചിക്ക് നമ്പർ കൊടുത്തിട്ട് അങ്ങനെ ഈ ഗ്രൂപ്പിൽ വരുന്നതും പരിചയപ്പെടുന്നതും കല്യാണം കഴിച്ചു. നിഖിലാണ് അവളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നത്. അതിനുശേഷമാണ് ഞങ്ങള് കാണാൻ പോകുന്നത്. അന്ന് അവനും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. ഞങ്ങൾ 2 ആളും കാണാൻ പോയി, സംസാരിച്ചു. ചേച്ചിക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ ജീവിക്കണ്ട? മരണം എന്ന് പറയുന്നത് എന്താ, പെട്ടെന്ന് കഴിയും, നമുക്ക് എപ്പോ വേണമെങ്കിലും വരാലോ. ഓക്കെ, ഇപ്പം ഒരുപാട് നാള് പ്രണയിച്ച് കല്യാണം കഴിച്ച ഒരാൾക്കാരെന്ന രീതിയിൽ ചോദിക്കുകയാണ്, പ്രണയത്തിന് നിങ്ങൾ നൽകുന്ന ഒരു ഡെഫിനിഷൻ എന്തായിരിക്കും? പ്രണയത്തിന് നൽകുന്നതെന്ന് വെച്ചാൽ ജാതി നോക്കിയിട്ടോ മതം നോക്കിയിട്ടോ നിറം നോക്കിയിട്ടോ സൗന്ദര്യം നോക്കിയിട്ടോ ഹൈറ്റ് നോക്കിയിട്ടോ വെയിറ്റ് നോക്കിയിട്ടോ അല്ല, മനസ്സാണ്. ഇപ്പം ഞങ്ങൾ കണ്ടില്ലേ, എല്ലാം ഓപ്പണായിട്ട് സംസാരിച്ചതാ, ഒരു കാര്യം മറച്ചു വെച്ചിട്ടില്ല. ഞങ്ങളോട് പല ആൾക്കാരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, മോനെ എനിക്കങ്ങനെ സാധിച്ച്, എനിക്ക് ധൈര്യമില്ല, നിനക്കിതെങ്ങനെ സാധിച്ചു എന്ന് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്, എനിക്ക് അവളെ കിട്ടും, ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുവരും, എനിക്ക് അവളെ ഇറക്കി കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഇപ്പം അറിയാലോ പ്രണയിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ സ്വർണം കണ്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലായിരിക്കും. ജാതിയോ മതമോ ഇതൊന്നുമല്ല ഉണ്ട്, മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുക. പിന്നെ അവളെ അച്ഛനമ്മേനെ സ്വന്തം നല്ലതുപോലെ നോക്കുക, അതേപോലെ തന്നെ എൻ്റെ അച്ഛനമ്മേനെ നോക്കുക. പക്ഷെ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരു മോളെ സ്ഥാനമാണ്, വീട്ടിലൊരു മോളെ പോലെയാണ്. അച്ഛൻ്റെ മടിയിലാണ് ഞാൻ ഉണ്ടാവുക എപ്പോഴും. ഞാനില്ലെങ്കിൽ, ഞാൻ എവിടെയും പുറത്തു പോയിട്ടുണ്ടെങ്കിൽ, ഞാൻ അന്ന് വന്നില്ലെങ്കിൽ അവളും അച്ഛനും അമ്മയും കൂടി കിടക്കുക.